നേരത്തെ പറഞ്ഞത് കാരണം അദ്ദേഹം പറഞ്ഞത് ഈ എറണാകുളത്തേക്ക് എണ്ണി എത്തുമ്പോഴത്തേക്ക് തന്നെ ആ ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ സാധിക്കുമെന്ന ആത്മവിശ്വാസമാണ് UDF-നുള്ളത്. എന്തായാലും PK കുഞ്ഞാലിക്കുട്ടിയുടെ ആത്മവിശ്വാസത്തിന്റെ കാര്യം നമ്മൾ എടുത്തു പറയേണ്ടതില്ല. ഏത് തരംഗത്തിലും മുസ്ലിം ലീഗ് അവരുടെ ഒരു നിശ്ചിത എണ്ണം അത് എല്ലാ കാലത്തും സുരക്ഷിതമാക്കുന്നത് തന്നെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. BJP ക്യാമ്പിന്റെ ഏത് തരത്തിലാണ് ആ വിശകലനങ്ങൾ എന്നത് കൂടി നമുക്കൊന്ന് പരിശോധിച്ച് വരാം. VS അനു ചേരുകയാണ്. VS അനു, എന്തായാലും പലപ്പോഴും നമ്മൾ ത്രികോണപ്പോരിലേക്കൊക്കെ പോകുമെന്ന് പറയുമെങ്കിൽ കൂടി ഇത്തവണത്തെ തെരഞ്ഞെടുപ്പാണ് അക്ഷരാർത്ഥത്തിൽ ആ തരത്തിലേക്ക് ഒരു ത്രികോണപ്പോര് പല മണ്ഡലങ്ങളിലും കണ്ടത്. അത് സ്വാഭാവികമെന്ന് നമുക്കറിയാം. മുൻപ് തിരുവനന്തപുരത്തോ കാസർഗോഡോ മാത്രം ചില മണ്ഡലങ്ങളിൽ ഒതുങ്ങി നിന്ന ത്രികോണപ്പോര് അത് വിവിധ ജില്ലകളിലേക്ക് പടരുന്നതാണ് ഇത്തവണ കണ്ടത്. ഏത് തരത്തിലാണ് NDA ക്യാമ്പിന്റെ ഒരു പ്രതീക്ഷകൾ? രുചീഷ, ഈ വരുന്ന ഉയർന്നു എന്ന് നിലവിൽ വിലയിരുത്തപ്പെടുന്ന ഈ വോട്ടിംഗ് പെർസെൻറ്റേജ് അത് ഈ സർക്കാർ വിരുദ്ധമായിട്ടുള്ള ഒരു തരംഗം ആണെന്നും അതിൻ്റെ ആനുകൂല്യം UDF-നൊപ്പം അല്ലെങ്കിൽ ഒരുപക്ഷെ ചില മണ്ഡലങ്ങളിൽ UDF-നെ അപ്പുറത്തേക്ക് അത് BJP-ക്ക് ലഭിക്കും, NDA-ക്ക് ലഭിക്കും എന്നുള്ളതാണ് NDA BJP ക്യാമ്പുകൾ പറയുന്നത്. 5 സീറ്റുകളിലെങ്കിലും ജയിക്കും എന്നുള്ളതാണ് അവരുടെ ആത്മവിശ്വാസം. നേമം, വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം, പാലക്കാട്, മഞ്ചേശ്വരം എന്നിവിടങ്ങളിൽ അവർ വിജയിക്കുമെന്നാണ് പറയുന്നത്. ഇതിൽ ഒരു കാര്യം, നേമത്ത് കഴിഞ്ഞ 2021-ൽ 71.49 വോട്ടിംഗ് പെർസെൻറ്റേജ്. 5 മണിക്ക് വന്ന കണക്കിൽ 77.87% അത് ഉയർന്നിരിക്കുന്നു. അതായത് 71-ൽ നിന്നും 77-ലേക്ക് ഉയർന്നിരിക്കുന്നു. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിയമമണ്ഡലത്തിൽ കുറഞ്ഞത് SIR പ്രകാരം കുറഞ്ഞത് 33,000 വോട്ടാണ്. വട്ടിയൂർക്കാവിൽ 66-ൽ നിന്നും 74-ലേക്കാണ് വോട്ടിംഗ് പെർസെൻറ്റേജ് ഉയർന്നിരിക്കുന്നത്. വലിയ ഉയർച്ച അവിടെ ഉണ്ടായി. പക്ഷേ അവിടെയാണ് SIR പ്രകാരം 35,000 വോട്ട് കുറഞ്ഞിരിക്കുന്നത്. കഴക്കൂട്ടത്ത് 71-ൽ നിന്നും 76-ലേക്ക് ഉയർന്നിരിക്കുന്നു. പക്ഷേ അവിടെ 30,000 വോട്ട് കുറവുണ്ടായി. പാലക്കാട് 75-ൽ നിന്നും ഈ 5 മണി വരെ കണക്കിൽ 79-ലേക്ക് പോയിരിക്കുന്നു. പക്ഷേ അവിടെ 12,563 വോട്ടാണ് SIR പ്രകാരം കുറഞ്ഞിരിക്കുന്നത്. മഞ്ചേശ്വരത്തിൻ്റെ കണക്ക് ഇതുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ വായിക്കേണ്ടതാണ്. മഞ്ചേശ്വരത്ത് കഴിഞ്ഞ തവണത്തെ വോട്ടിംഗ് പെർസെൻറ്റേജ് 77.93 പക്ഷേ 5 മണിക്ക് വന്ന കണക്കിൽ അത് 73.85. അതായത് വോട്ടിംഗ് പെർസെൻറ്റേജ് ഈ മറ്റ് മണ്ഡലങ്ങളെ അപേക്ഷിച്ച് കുറഞ്ഞിരിക്കുന്നു. കാരണം എന്താണ്? ഇത്തവണത്തെ SIR പ്രകാരം 8,402 വോട്ടുകൾ അവിടെ കൂടിയിരിക്കുന്നു. അതായത് ഈ SIR പ്രകാരം വോട്ട് കുറഞ്ഞത് ഈ 5 മണ്ഡലങ്ങളിൽ വളരെ കൃത്യമായി 4 മണ്ഡലങ്ങളിൽ SIR പ്രകാരം വോട്ട് കുറഞ്ഞപ്പോൾ വോട്ടിംഗ് പെർസെൻറ്റേജ് കൂടി, വോട്ടർമാരുടെ എണ്ണം കുറഞ്ഞപ്പോൾ വോട്ടിംഗ് പെർസെൻറ്റേജ് കൂടി. മഞ്ചേശ്വരത്ത് വോട്ടിംഗ് ഈ പറയുന്ന വോട്ടർമാരുടെ എണ്ണം SIR പ്രകാരം കൂടിയപ്പോൾ അവിടെ വോട്ടിംഗ് പെർസെൻറ്റേജ് കുറഞ്ഞിരിക്കുന്നു. അതായത് ഈ SIR ഒരു വലിയ ഘടകമായി തന്നെ നിൽക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ അതേസമയം ഈ സർക്കാർ വിരുദ്ധത ഉണ്ട് അതാണ് ഈ വലിയ തരത്തിലുള്ള ഒരു വോട്ടിംഗ് പെർസെൻറ്റേജ് അവർ പറയുന്നത്. നമുക്ക് അവസാന കണക്കുകൾ വരുമ്പോൾ മാത്രമേ അങ്ങനെ ഒരു തരംഗം അല്ലെങ്കിൽ അങ്ങനെ ഒരു വലിയ കനത്ത പോളിംഗ് ആണോ നടന്നത് എന്ന് ഈ സംസ്ഥാനത്തെ മൊത്തം കണക്കുകൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. കാരണം കഴിഞ്ഞ തവണ വോട്ട് ചെയ്ത് 2,09,00,000 വോട്ടാണ്. ഇത്തവണ അവസാനം എത്ര വോട്ടർമാർ രേഖപ്പെടുത്തി എന്ന് മനസ്സിലാകുമ്പോഴാണ് ഈ വലിയ കനത്ത പോളിംഗ് ആണോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുക. പക്ഷേ ഭേദപ്പെട്ട മികച്ച പോളിംഗ് തന്നെയാണ് ഇത്തവണ ഉണ്ടായിരിക്കുന്നത്. അത് സർക്കാർ വിരുദ്ധ തരംഗമാണെന്നും അതിൻ്റെ മെച്ചം ഈ കോൺഗ്രസിനൊപ്പം ഒരുപക്ഷെ ഈ പറയുന്ന 5 മണ്ഡലങ്ങൾ ഉൾപ്പെടെ പലയിടങ്ങളിലും കോൺഗ്രസിനേക്കാൾ പ്രത്യേകിച്ച് എറണാകുളത്ത് ഉണ്ടായിരിക്കുന്ന ഈ പറയുന്ന വോട്ട് കൂടിയിരിക്കുന്നത് അത് ഈ 2020 അടക്കം ഫാക്ടറാണ്. അത് BJP-ക്ക് NDA-ക്ക് വലിയ ആത്മവിശ്വാസം നൽകുന്നതെന്നാണ് BJP ക്യാമ്പുകൾ വിലയിരുത്തുന്നത്. ശരി, VS അനു തുടരുക. നമ്മോടൊപ്പം മഹേഷേന്ദ്രൻ ഒരിക്കൽ കൂടി ചേരുകയാണ്. മഹേഷ്, ഈ പറഞ്ഞതുപോലെ അതായത് ഭരണവിരുദ്ധ തരംഗം ഉണ്ട് എങ്കിൽ കൂടി അതിൻ്റെ ആനുകൂല്യം ഞങ്ങൾക്കും കിട്ടും എന്നതാണ് NDA ക്യാമ്പിൻ്റെ ഒരു പ്രതീക്ഷ. പക്ഷേ നമുക്കറിയാം ഈ 3 മുന്നണികളിലായാലും സംഘടനാപരമായി ഒരുപാട് പ്രശ്നങ്ങൾ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ഒരുപക്ഷെ അത് ഭരണം ലഭിച്ചാലും ഇല്ലെങ്കിലും നഷ്ടമുണ്ടായാലും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം ഭരണത്തിന്റെ കാര്യത്തിൽ ഭരണവിരുദ്ധ വികാരം ഇല്ല എന്ന് പറയുമ്പോൾ പോലും സംഘടനാപരമായി നിരവധി വീഴ്ചകൾ CPI-ന്റെ ഭാഗത്തായാലും ഇടതുപക്ഷത്തിന്റെ ഭാഗത്തും ഉണ്ട് എന്ന് അറിയാം. അത് നേതൃതലത്തിലായാലും പലപ്പോഴും വാർത്താ സമ്മേളനത്തിന്റെ കാര്യത്തിൽ അടക്കം പലതരത്തിലുള്ള ചർച്ചകൾ ഉണ്ടാകുന്ന ഘട്ടം വന്നു. പ്രധാനപ്പെട്ട നേതാക്കൾ കൊഴിഞ്ഞു പോകുന്ന ഒരു സാഹചര്യം വന്നു. അത് പരിഹരിക്കാൻ സാധിച്ചിട്ടില്ല. പല വിവാദങ്ങൾ ആ തരത്തിൽ പോലും ഇടതുപക്ഷത്തിന് ഉണ്ടായ ഒരു സാഹചര്യം കൂടിയാണ്. അത് 2 തവണ ഭരണത്തിന് ശേഷം വരുന്ന ഒരു തെരഞ്ഞെടുപ്പാണെങ്കിൽ കൂടി പരിഹരിക്കാൻ പറ്റുന്ന പല പ്രശ്നങ്ങളും പരിഹരിച്ചില്ല എന്നൊരു തോന്നൽ അത് പാർട്ടിക്കുള്ളിൽ തന്നെയുണ്ട്. ആ തരത്തിൽ കൂടി ചർച്ചയാകും. പക്ഷേ ഭരണവിരുദ്ധ വികാരം ഇല്ല എന്ന് ഉറച്ചു നിൽക്കുകയാണ് ഇടത് ക്യാമ്പ്.
തീർച്ചയായിട്ടും ഭരണവിരുദ്ധ വികാരം ഇല്ല എന്ന നിലപാട് തന്നെ ഉറച്ചു നിൽക്കുന്നു. ഇപ്പോഴും ഈ പോളിംഗ് ശതമാനത്തിൻ്റെ കണക്കുകൾ വരുമ്പോഴും LDF, കാരണം അവർ പറയുന്നത് ഇത്രയധികം വികസനത്തിൽ നടപ്പിലാക്കിയ ഒരു സർക്കാർ കേരളത്തിൽ 10 വർഷക്കാലത്ത് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ജനങ്ങൾ അതിനെതിരല്ല. പക്ഷേ ഒരു മാറ്റം വേണമെന്ന തരത്തിലേക്ക് ഉള്ള ചർച്ചകൾ സജീവമാക്കുകയും അത്തരത്തിലേക്കുള്ള ചില പ്രചാരണങ്ങളിലേക്ക് UDF മാറുകയും ചെയ്ത സാഹചര്യമുണ്ട്. ന്യൂനപക്ഷ ഏകീകരണം, ആ ഏകീകരണത്തിൽ ശ്രമിച്ചിട്ടുണ്ട്. ആ ഏകീകരണം എതിരായി മാറിയാലാണ് അപകടം എന്ന തരത്തിലേക്കാണ് പോകുന്നത്. അതിൽ പ്രത്യേകിച്ച് BJPയുമായി ഏറ്റുമുട്ടുന്ന LDF സ്ഥാനാർത്ഥികൾ, CPM സ്ഥാനാർത്ഥികൾക്ക് കോട്ട സംഭവിക്കില്ല എന്ന് വിലയിരുത്തുന്നു. അവിടെയൊക്കെ ന്യൂനപക്ഷ വോട്ടുകളും ആ സ്ഥാനാർത്ഥിക്ക് തന്നെ ലഭിക്കുന്ന സാഹചര്യമുണ്ട്. പക്ഷേ മറ്റു മണ്ഡലങ്ങളിൽ അത്തരമൊരു അപകടകരമായ സാഹചര്യം ന്യൂനപക്ഷ ഏകീകരണ ഫലമായി UDFന് അനുകൂലമായിട്ട് ഒരു തരംഗമായി മാറുന്നുണ്ടെങ്കിൽ അത് ഭരണവിരുദ്ധ വികാരമല്ല, UDFന് അനുകൂലമായുള്ള സാമുദായിക വികാരമാണ് പ്രകടമാവുക എന്നാണ് LDF കണക്ക് കൂട്ടുന്നത്. LDF കണക്ക് കൂട്ടുമ്പോൾ തന്നെ നമ്മൾ പറയേണ്ടത്, രുചീഷ് പറഞ്ഞൊരു കാര്യമുണ്ട്, CPMന്റെ സംഘടനാ ശരീരം ദുർബലമായിട്ടുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. കാരണം ഹൗസ് ക്യാമ്പയിൻ അടക്കമുള്ള കാര്യത്തിൽ വലിയ വീഴ്ച ഉണ്ടായതായിട്ട് പാർട്ടി വിലയിരുത്തി കഴിഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ വീഴ്ച വന്നിട്ടുണ്ട്. അത്തരത്തിലേക്കുള്ള കാര്യങ്ങൾ സ്ലിപ്പ് കൊടുക്കുമ്പോൾ മാത്രമാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞതെന്ന വിലയിരുത്തലുകൾ വരെ പാർട്ടിക്ക് ഉണ്ടായ സാഹചര്യമുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെ ചർച്ച ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും. പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ നിലപാടുകൾ തന്നെ വിനയായ തരത്തിലേക്കുള്ള ചർച്ചകൾ ഉയരുന്ന സാഹചര്യമുണ്ടാകും. അതുകൊണ്ട് തന്നെ തിരിച്ചടി ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വലിയ തരത്തിലുള്ള മാറ്റങ്ങൾക്ക് CPMനെ വിധേയമാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ പ്രതീക്ഷ കൈവിട്ടിട്ടില്ല. CPM LDFും മൂന്നാം പിണറായി സർക്കാർ വരുമെന്നവർ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നു. രുചീഷ്. ശരി മഹേഷ്, ഇപ്പോൾ വരുന്ന ഒരു കണക്ക് പ്രകാരം ഏറ്റവും കുറവ് പോളിംഗ് നിലവിലുള്ള ജില്ല അത് കണ്ണൂർ ജില്ലയാണ്. പക്ഷേ നമുക്കറിയാം സമീപകാലത്തൊക്കെ ഏറ്റവും കൂടുതൽ പോളിംഗ് ഉള്ള ജില്ലകളിൽ 2ാം സ്ഥാനത്തുണ്ടായിരുന്ന ജില്ലയാണ്. അതുകൊണ്ട് തന്നെ അത് ആ തെരഞ്ഞെടുപ്പുകളിലൊക്കെ ഇടതുപക്ഷത്തിന് വലിയ നേട്ടമുണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഇത്തവണ ഈ തെരഞ്ഞെടുപ്പിൽ നിലവിലുള്ള കണക്ക് പ്രകാരം കണ്ണൂരിലാണ് ഏറ്റവും കുറവ് പോളിംഗ് ഉള്ളത് എന്നതാണ് ഇപ്പോൾ വരുന്ന കണക്ക്. നമ്മൾ ആൽവിനിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. ആൽവിൻ, ഇതും UDFന് ഇപ്പോൾ എന്തായാലും ഒരു പ്രതീക്ഷ നൽകുന്ന ഘടകമാണ്. കാരണം കണ്ണൂരിൽ വലിയ സംഘടനാ സംവിധാനം ഇടതുപക്ഷത്തിന് ഉള്ള ഒരു സ്ഥലത്ത് ഇത്തരത്തിൽ പോളിംഗ് കുറഞ്ഞു എന്ന് പറയുമ്പോഴും അത് മറ്റൊരു പ്രതീക്ഷ നൽകുന്നുണ്ട്. എന്തായാലും നമ്മൾ നേരത്തെ CPMന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ കോൺഗ്രസിലും ഒരുപക്ഷെ ഭരണം കിട്ടിയാലും ഇല്ലെങ്കിലും ഇത്തരത്തിലുള്ള ചർച്ചകൾ, നമ്മൾ സംഘടനാപരമായുള്ള ചർച്ചകൾ ഉണ്ടാകാനുള്ള സാധ്യത നമുക്കറിയാം. അത് ഭരണം കിട്ടിയാൽ അതിന് ആ തുടക്കത്തിലുണ്ടായ വളരെ നേരിയ ഭൂരിപക്ഷത്തിനോ മറ്റോ ആണ് ഭരണത്തിൽ എത്തുന്നത് എങ്കിൽ അതിന് കാരണമായത് മറ്റു ചില വിവാദങ്ങളാണ് എന്ന തരത്തിൽ ഉറപ്പായും ആ ചർച്ചകൾ പോകേണ്ടി വരും. ആ തരത്തിൽ തന്നെയാണ് ഇപ്പോഴും ആ സംഘടനയ്ക്കുള്ളിലും നടക്കുന്ന ചർച്ചകൾ എന്ന് മനസ്സിലാക്കാം. നിശ്ചയമായും രുചീഷ്, അങ്ങനെ തന്നെയാണ്. ഓരോ ഘട്ടത്തിലും പ്രചരണത്തിൻ്റെ ഓരോ ഘട്ടത്തിലും UDFിൻ്റെതായ ചർച്ചകൾ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് അറിയാം. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് പ്രചരണ രംഗത്തേക്ക് കടന്നപ്പോൾ തന്നെ ആദ്യം ഈ ഒരു ഡീൽ എന്നുള്ള ഒരു വിവാദം പല മണ്ഡലങ്ങളിലും VD സതീശൻ പ്രതിപക്ഷ നേതാവ് തന്നെ ഉയർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് ഏതാണ്ട് 10 മണ്ഡലങ്ങളിൽ ഡീലുണ്ട് എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ വാദമായി അദ്ദേഹം പറഞ്ഞിരുന്നത്. എടുത്തു പറഞ്ഞ 6-7 മണ്ഡലങ്ങൾ ഉണ്ടായിരുന്നു. അവിടെയൊക്കെയും അത്തരത്തിലൊരു ഡീൽ വിവാദം ആദ്യഘട്ടത്തിൽ ചർച്ചയാകുന്ന സാഹചര്യം ഉണ്ടായി. പിന്നീട് SDPIയുടെ ഇടതുപക്ഷ ബന്ധം അത് സംബന്ധിച്ചുള്ള വലിയ ചർച്ചകളിലേക്ക് UDFിനെ എത്തിക്കാൻ കഴിഞ്ഞു. അത് രണ്ടും വലിയ തോതിൽ ചർച്ചയാക്കിയെടുക്കാനും പ്രചാരണത്തിൽ എത്തിക്കാനും UDFിന് കഴിഞ്ഞു എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായ ഘടകമാണ്. പക്ഷേ അവസാന ഘട്ടത്തിൽ എത്തിയപ്പോഴാണ് UDFിന് അല്ലെങ്കിൽ കോൺഗ്രസിന് വയനാടിൻ്റെ കണക്കുമായി ബന്ധപ്പെട്ട് ചില പാളിച്ചകൾ സംഭവിച്ചിട്ടുണ്ടോ എന്ന തരത്തിലുള്ള ചർച്ചകൾ വലിയ തോതിൽ ഇടതുപക്ഷ ക്യാമ്പിൽ നിന്ന് വരികയും അതിനെ പ്രതിരോധിക്കാനായിട്ട് സമയം കണ്ടെത്തുകയും ഒക്കെ UDF ചെയ്യേണ്ട സാഹചര്യത്തിലേക്ക് വന്നത്. അതിൽ മാത്രമാണ് UDFിന് അജണ്ട എവിടെയെങ്കിലും അല്പമെങ്കിലും പാളിപ്പോയിട്ടുണ്ടെങ്കിൽ പാളിപ്പോയിട്ടുള്ളൂ. പക്ഷേ UDF കൊണ്ടുവന്ന മറ്റ് അജണ്ടകളൊക്കെയും കൃത്യമായും പ്രചാരണത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് അത് സാധിച്ചു എന്ന് വേണം നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ. ആ ചർച്ചകളൊക്കെ സ്വാഭാവികമായും പ്രതിഫലിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വലിയ ആത്മവിശ്വാസവുമായി UDF പറയുകയും ചെയ്യുന്നത്. മറ്റൊരു പ്രധാന ഘടകം ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ UDFിൻ്റെ സംവിധാനത്തിൽ അവർ വളരെ കൃത്യമായി SIR പ്രക്രിയ നടക്കുമ്പോൾ അത് വാർഡ് തലത്തിലുള്ള കൃത്യമായ ആളുകളെ വെച്ചുകൊണ്ട്, നേതാക്കന്മാരെ വെച്ചുകൊണ്ട് ഓരോ ബൂത്ത് തലത്തിലും വളരെ കൃത്യമായി അതിന് ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. SIR വോട്ട് അല്ലെങ്കിൽ അതിൽ ആ അന്തിമ വോട്ടർ പട്ടിക വരുമ്പോൾ അത് വളരെ കൃത്യമായി നോക്കി ഏതെങ്കിലും തരത്തിൽ പാളിച്ചുണ്ടെങ്കിൽ അത് പരിശോധിച്ച് അത് കൃത്യമായി നടപ്പാക്കണമെന്നുള്ളത് നേരത്തെ തന്നെ നേതൃത്വം KPCCക്ക് അത്തരത്തിലുള്ള നിർദ്ദേശം ദേശീയ നേതൃത്വം നൽകിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓരോ ജില്ലയിലും ഓരോ മണ്ഡലങ്ങളിലും ഓരോ ബൂത്തുകളിലേക്കും അത്തരത്തിൽ നേതാക്കന്മാരെ നിയോഗിച്ചുകൊണ്ട് അത്തരത്തിൽ SIR വോട്ടുകൾ വളരെ കൃത്യമായി പരിശോധിക്കുകയും അതിൽ ഉറപ്പുവരുത്തുകയും ചെയ്യണമെന്നുള്ള നിർദ്ദേശം നൽകിയത്. അതോടൊപ്പം തന്നെ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കുന്ന കാര്യങ്ങളിലും വളരെ ജാഗരൂകരായിരുന്നു ഇത്തവണ UDFിൻ്റെ സംവിധാനം എന്ന് വേണം പറയാൻ. പക്ഷേ മുൻകാലങ്ങളിലൊക്കെ നമുക്കറിയാവുന്നതുപോലെ അത്രത്തോളം സംഘടനാ സംവിധാനം അല്ലെങ്കിൽ രൂപപ്പെടാത്തൊരു സാഹചര്യമൊക്കെയും പലതവണയും നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരുപക്ഷെ വോട്ടർമാരെ ചേർക്കുന്നതിലുള്ള UDFിൻ്റെ മടുപ്പ് അല്ലെങ്കിൽ അത്തരത്തിലൊക്കെ ഉണ്ടാകുന്ന പാളിച്ചകൾ അതൊക്കെ സംഭവിക്കാറുണ്ടെങ്കിൽ പക്ഷേ ഇത്തവണ അതിൽ UDFിന് വലിയ മേൽക്കൈ അവർക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അവരുടെ പ്രതീക്ഷ. അതിനായി അവർ നേരത്തെ തന്നെ ഫീൽഡിൽ ഇറങ്ങിയിരുന്നു. വളരെ കൃത്യമായി ഓരോ ബൂത്ത് തലത്തിലും അവർ ഓരോ വാർഡ് തലത്തിലും ഇറങ്ങി കാര്യങ്ങൾ നേതാക്കന്മാരെ താഴെത്തട്ടിലുള്ള നേതാക്കന്മാരെ
ഏൽപ്പിച്ചുകൊണ്ട് ഈ SIR പ്രക്രിയയിൽ വളരെ കൃത്യമായി ഇടപെട്ടിരുന്നു എന്നുള്ളതാണ്. മുമ്പ് പല നേതൃയോഗങ്ങളും ചേർന്നപ്പോഴും SIR മായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിൽ വളരെ ശ്രദ്ധ വേണമെന്നുള്ളത് ഓരോ തവണയും നേതാക്കന്മാർക്കും താഴെ തട്ടിലേക്കുള്ള പ്രാദേശികമായുള്ള നേതാക്കന്മാർക്കും ഒക്കെയും ഇത്തരം നിർദ്ദേശം നൽകിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അത്തരത്തിലുള്ള നടപടികൾ കോൺഗ്രസിൻ്റെയും അതോടൊപ്പം തന്നെ UDF-ൻ്റെയും ഭാഗത്തുനിന്നുണ്ടായത്. അത് വലിയ തോതിൽ ഗുണം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ അവരുടെ പാളയത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായാലും വലിയ ആത്മവിശ്വാസത്തിലാണ് UDF പാളയം എന്നുള്ളതാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. തുടർന്നുള്ള പ്രതികരണങ്ങൾ നമുക്ക് നേതാക്കന്മാരുടേത് കാണുമ്പോൾ തന്നെ അതിലൊരു വ്യക്തത വരാനുള്ള സാധ്യതയുണ്ട്. ഏതായാലും വോട്ട് പെട്ടിയിലായി കഴിഞ്ഞു. ഏതായാലും ഇനി ഒരു മാസക്കാലം നമ്മൾ നോക്കിയിരിക്കണമെങ്കിൽ പോലും ഈ കൂട്ടലും കിഴിക്കലുമായി നമ്മൾ ഇത്രയും കാലം ഈ മുന്നണി ഉൾപ്പെടെ എല്ലാ മുന്നണികളും ഇത്തരത്തിൽ മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത്. ശരി ആൽവിൻ, അത് തന്നെയാണ് കാരണം. ഇനി പെട്ടിയിലായ കണക്കിൽ തന്നെയാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. നമുക്കറിയാം. അതോടൊപ്പം VSNO ഒരിക്കൽ കൂടി, അതായത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഈ പറഞ്ഞതുപോലെ അത് NDAക്കും ബാധകമാണ്. കാരണം NDAക്ക് എന്ത് കിട്ടിയാലും ഒരുപക്ഷെ അത് അവർക്ക് നേട്ടമാണ് എന്ന് പറയാം. കാരണം ഒരു സീറ്റിലേക്ക് വന്നാൽ അവരുടെ ശതമാനം ഉയർത്തിയാൽ തന്നെ ഒരുപക്ഷെ ഈ കണക്കുകളിലൊക്കെ കേന്ദ്ര നേതൃത്വത്തോട് പറഞ്ഞു പിടിച്ചു നിൽക്കാൻ പറ്റുന്ന സാഹചര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ 140 മണ്ഡലത്തിലേക്കും വല്ലാതെ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയായിരുന്നില്ല ഈ തെരഞ്ഞെടുപ്പിൽ NDA ചെയ്തത്. പ്രധാനപ്പെട്ട A ക്ലാസ് മണ്ഡലങ്ങളിൽ കുറച്ച് കൂടുതൽ കാര്യങ്ങളിലേക്ക് പോയി പ്രധാന നേതാക്കൾ മത്സരിക്കുന്ന സ്ഥലങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ജയിക്കില്ല എന്ന് ഉറപ്പുള്ള സ്ഥലങ്ങളിൽ അത് ഘടകകക്ഷികൾക്ക് വിട്ടു നൽകുന്ന തരത്തിലുള്ള ഒരു പ്രചാരണ തന്ത്രമായിരുന്നു. തീർച്ചയായും ഇത്തവണ വലിയ പ്രതീക്ഷയിൽ വലിയ ആലോചനയോടുകൂടിയാണ് BJP-യുടെയും നേതൃത്വം. അത് നമ്മൾ പറയുന്നത് BJP-യുടെ നേതൃത്വം എന്ന് ഞാൻ പറയുമ്പോൾ അത് BJP-യുടെ സാധാരണ നമ്മൾ കാണാൻ കഴിയുന്ന ഒരു കൂട്ടായ നേതൃത്വമല്ല. പക്ഷേ ഇവിടെ രാജീവ് ചന്ദ്രശേഖരൻ്റെ ഒരു പ്ലാൻ ആണ് ഇത്തവണ BJP പയറ്റിയതെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എല്ലാ മണ്ഡലങ്ങളിലേക്കും ശ്രദ്ധ ഇങ്ങനെ വികേന്ദ്രീകരിച്ച് പോകുന്നതിന് പകരം ചില മണ്ഡലങ്ങളിൽ, അത് പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 30,000 വോട്ടിൽ കൂടുതൽ നേടിയ 32 മണ്ഡലങ്ങളുണ്ട്. ആ മണ്ഡലങ്ങളിൽ തന്നെ അതിനെ A ക്ലാസും A+ എന്ന് രേഖപ്പെടുത്തിക്കൊണ്ട് ഈ 5 മണ്ഡലങ്ങളിൽ വളരെ വളരെ കൃത്യമായിട്ടുള്ള ഇടപെടലുകളാണ് അവർ നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് പലപ്പോഴും ഈ പറയുന്ന മുരളീധരൻ മാറ്റിയെടുത്തതോ അല്ലെങ്കിൽ സുരേന്ദ്രൻ മാറ്റിയെടുത്തോ എന്നടക്കമുള്ള പരാതികളൊക്കെ ഈ പാർട്ടി ഉയർന്നു വന്നതിന് പിന്നിൽ രാജീവ് ചന്ദ്രശേഖരൻ്റെ ഒരു കൃത്യമായ പ്ലാനിംഗ് ആണ് ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഇതിൽ രണ്ടാണ് ഫലം. ഒന്നുകിൽ അദ്ദേഹത്തിന് ഈ പറയുന്ന നിയമം തിരിച്ചു കിട്ടിയാലോ അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് കൂടുതൽ സീറ്റുകൾ നേടിയാലോ രാജീവ് ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന കേന്ദ്രത്തിൽ നിന്നും ഒരു സുപ്രഭാതത്തിൽ സംസ്ഥാനത്തിൻ്റെ BJP അധ്യക്ഷനായി എത്തിയ രാജീവ് ചന്ദ്രശേഖരൻ്റെ പാർട്ടിയിൽ അധികാരം ഉറപ്പിക്കാൻ, പാർട്ടിയിൽ അദ്ദേഹം സർവ്വസൈന്യാധിപനാകാൻ അദ്ദേഹത്തിന് അതിലൂടെ കഴിയും. പക്ഷേ ഈ കഴിഞ്ഞ തവണ പൂട്ടിച്ച നിയമം അക്കൗണ്ട് തുറക്കാതിരിക്കുകയോ കൂടുതൽ മുന്നേറ്റം ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല എങ്കിൽ സ്വാഭാവികമായും പാളയത്തിൽ രൂപപ്പെടും. രാജീവ് ചന്ദ്രശേഖരനെതിരെ BJP ഇതുവരെ സംസാരിക്കാതിരിക്കുന്ന, പുറത്തു വരാൻ ധൈര്യം കാണിക്കാത്ത നേതാക്കൾ ആ തരത്തിലുള്ള നീക്കങ്ങൾക്ക് നീങ്ങുകയും ചെയ്യും. പക്ഷെ നിലവിൽ രാജീവ് ചന്ദ്രശേഖരൻ്റെ പ്ലാൻ ഈ ലോട്ടസ് ഒരു പരിധിവരെ വിജയം കാണും എന്നുള്ള ആത്മവിശ്വാസമാണ് BJP-യും NDA ക്യാമ്പും മുന്നോട്ട് വയ്ക്കുന്നത്. രുചീഷ്. ശരി VSNO, എന്തായാലും ഈ പറഞ്ഞതുപോലെ മഹേഷും ആൽബിനും VSNO പറഞ്ഞതുപോലെ തന്നെ സംഘടനാപരമായി തന്നെയുള്ള ഒരു പരിശോധന നടത്തുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് ഇത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഈ പെട്ടിയിലുള്ള വോട്ടുകൾ എണ്ണുമ്പോഴായിരിക്കും അത് ഏത് തരത്തിലാണ്, ഏത് മുന്നണിയിലാണ് വലിയ പൊട്ടിത്തെറികളിലേക്ക് കാര്യങ്ങൾ പോവുക എന്ന് നമ്മൾ അറിയുക. ഒരു ചെറിയ